എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ദക്ഷിണേന്ത്യ സഭ മോഡറേറ്ററായിരിക്കുന്ന മോസ്റ്റ് റവറൻ കെ രൂപൻ മാർ തിരുമേനി, ദക്ഷിണ കേരള മഹായിടവക മോഡറേറ്റർ കമ്മീസറിയും കന്യാകുമാരി ബിഷപ്പുമായിരിക്കുന്ന റൈറ്റ് റവറൻ ക്രിസ്റ്റഫർ വിജയൻ തിരുമേനി, ദക്ഷിണ കേരള മഹായിടവക വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ മന്നച്ചൻ, ദക്ഷിണ കേരള മഹായിടവക ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജച്ചൻ, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദക്ഷിണ കേരള മഹായിടവകയുടെ അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. പുതുവത്സരത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഉത്സാഹവും അനുഗ്രഹീതവും സന്തോഷകരവുമായ ദക്ഷിണ കേരള മഹായിടവകയുടെ പേരിലുള്ള പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളട്ടെ. വർണ്ണ വ്യത്യാസമില്ലാതെ, ധനവാനെന്നോ ദരിദ്രനെന്നോ ഇല്ലാതെ സമൂഹമധ്യേ സാക്ഷികളായിരിക്കുവാൻ തെക്കൻ കേരളത്തിലെ പ്രബല ജനതയായ SIUC CSI ജനതയ്ക്ക് 2026 കഴിയട്ടെ എന്ന് ദക്ഷിണ കേരള മഹായിടവകയായി ആശംസിക്കുന്നു. ഞാനിത് പ്രത്യേകിച്ച് പുതുവത്സരത്തിൽ ഉടമ്പടി ശുശ്രൂഷ ഉടമ്പടി എടുക്കുന്ന അന്ന് തന്നെ പറയുവാനുള്ള കാര്യം, ഒട്ടനവധി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അടിച്ചമർത്തലുകളും അനാഥത്വത്തിലുമാണ് തെക്കൻ കേരളത്തിലെ ഈ പ്രബല ജനത അല്ലെങ്കിൽ ഭാരതമൊട്ടുക്കും ഈ ക്രിസ്ത്യൻ ജനത അനുഭവിക്കുന്ന അവസ്ഥ. 1724 ഇറാഖിലെ ബാഗ്ദാദിനടുത്തുള്ള ഒരു ഭൂഗർഭ അറയിൽ നിന്ന് ഫമറാബിയുടെ ഒരു ന്യായപ്രമാണം കണ്ടുകിട്ടി. ആ ന്യായപ്രമാണത്തിൽ കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലും ജീവന് പകരം ജീവനും എന്ന സംഹിതയായിരുന്നു എഴുതി പിടിപ്പിച്ചിരുന്നത്. നമ്മുടെ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിലും അങ്ങനെയുള്ള വചനം നാം ഏവരും ദർശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് 2000 വർഷത്തിനു മുമ്പ് എല്ലാവരുടെയും പാപപരിഹാരത്തിനായി സമാധാന ദൂതുമായി ദൈവപുത്രൻ ഭുജാതനായത് നമുക്കേവർക്കും അറിയാവുന്നതാണല്ലോ. 1800കളിൽ അരാജകത്വവും അടിമത്വവും തെക്കൻ തിരുവിതാംകൂറിലും ഇന്ത്യ മഹാരാജ്യത്തും നിലവിലുണ്ടായിരുന്നു. അന്ന് ബ്രാഹ്മണന് ഒരു കുറ്റം ചെയ്താൽ 4ൽ 1 ശിക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ക്ഷത്രിയന് 4ൽ 2 ശിക്ഷ ഉണ്ടായിരുന്നു. വൈശ്യന് 4ൽ 3 ശിക്ഷയും ശൂദ്രന് 4ൽ 4 ശിക്ഷയും വിധിക്കപ്പെട്ടിരുന്നു. അതായത് ഒരു ശിക്ഷയിൽ വിധിക്കപ്പെട്ട് ബ്രാഹ്മണൻ ജയിലിനുള്ളിലേക്ക് പോകേണ്ടി വന്നാൽ ഉള്ളിലിടുന്ന അവസ്ഥയില്ലായിരുന്നു. ജയിലിന് മുന്നിൽ കസേരയിട്ട് ബ്രാഹ്മണനെ ഇരുത്തുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ക്ഷത്രിയന് ജയിലിന് മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വൈശ്യനോ ജയിലിനുള്ളിൽ വസ്ത്രത്തോടെ നിൽക്കുവാനുള്ള അവസ്ഥയും സംജാതമായിരുന്നു. എന്നാൽ ശൂദ്രന് തുണികളൊന്നുമില്ലാതെ കിടക്കുന്ന അവസ്ഥ 1800കളിൽ ഉണ്ടായിരുന്നു. 1872 ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നു. 1862 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്നു. ഇതിൻ്റെ എല്ലാം ഉപജ്ഞാതാവ് മക്കോള പ്രഭു ആയിരുന്നു. ഈ മക്കോള പ്രഭു ആരായിരുന്നു? ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒരേ നീതി ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. അത് കഴിഞ്ഞ് തെളിവ് നിയമം നാം എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. എവിഡൻസ് ആക്ട് 1800കളിൽ ഒരു കള്ളനെ വിധിക്കുന്നത് എങ്ങനെയാണ്? മോഷ്ടിച്ചെന്ന് വിധിക്കുന്നത്, സംശയമുള്ളവനെ വിളിക്കും, തിളപ്പിച്ച എണ്ണയെടുക്കും, കൈകൊണ്ട് മുക്കുവാൻ പറയും. നിന്റെ കൈ പൊള്ളിയാൽ നീ കള്ളനെന്ന ഒരു അരാജകത്വ നിയമമായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നത്.
1872 ജെയിംസ് സ്റ്റീവൻ എവിഡൻസ് ആക്ട് കൊണ്ടുവന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനൊടുവിൽ കുറ്റാരോപിതപ്പെട്ടവൻ കുറ്റാരോപിതനാണോ എന്ന് തീരുമാനിക്കുന്ന എവിഡൻസ് ആക്ട് കൊണ്ടുവന്നു. ജെയിംസ് സ്റ്റീവനും ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. ഏവർക്കും അറിയാവുന്നുള്ളതുപോലെ നാം എല്ലാം ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് 1800കളിൽ തെക്കൻ തിരുവിതാംകൂറിൽ അരങ്ങേറിയത്. ജോലി ചെയ്താൽ കൂലി ലഭിക്കാത്ത ഊഴിയം, വിദ്യാഭ്യാസം സ്വന്തമായി എടുക്കുവാൻ പറ്റാത്ത അവസ്ഥ, സ്വന്തമായി വസ്തു കൈവയ്ക്കുവാൻ പറ്റാത്ത അവസ്ഥ, നമ്മുടെ അമ്മമാർക്ക് മാറുമറയ്ക്കുവാൻ പറ്റാത്ത അവസ്ഥ, വേദം കേട്ടാൽ കാതിൽ ഈയമൊരുക്കി വയ്ക്കുന്ന അവസ്ഥ, കണ്ണിൽ കള്ളിപ്പാലൊഴിക്കുന്ന അവസ്ഥ, കള്ളിപ്പാലൊഴിച്ച് കുരുടാക്കുന്ന അവസ്ഥ, തേള് പോലുള്ള വിഷജന്തുക്കളെ ചിരട്ടയ്ക്കുള്ളിലാക്കി പൊക്കിൾ കൊടിയിൽ കെട്ടിവെച്ച് പതുക്കെ പതുക്കെ കൊല്ലിക്കുന്ന അവസ്ഥ, തല കീഴായി തീക്കൂനയിൽ കെട്ടിത്തൂക്കി കൊല്ലിക്കുന്ന അവസ്ഥ, തല കീഴായി കുളത്തിനിടയിൽ കെട്ടിത്തൂക്കിയിട്ടുന്ന അവസ്ഥ, ഒറ്റക്കാലിൽ നിർത്തി ഭാരമുള്ള കരിങ്കല്ല് തലയിൽ കയറ്റി വയ്ക്കുന്ന അവസ്ഥ. ഇതൊന്നും കള്ളക്കഥകളല്ല, കുപ്രചരണങ്ങളുമല്ല. ഇതെല്ലാം യാഥാർത്ഥ്യമായി വെറും 250 വർഷം മുമ്പ് തെക്കൻ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച അവസ്ഥകളാണ് ഞാനിവിടെ പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ദിവസം ഞാനിത് പറയുവാനുള്ള സാഹചര്യമുണ്ടായത്? വിശുദ്ധ വേദപുസ്തകത്തിൽ 1 പത്രോസ് 2:9-10 പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ആ വചനവും നമ്മളിങ്ങനെ കേട്ട് മാറിപ്പോ. ഒരു വചനം, ആ വചനത്തിന്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ. നിങ്ങളോ ഇങ്ങനെ ചിന്തിക്കണം, 1800കളിലെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് 2000ത്തിലേക്ക് എത്തി. എന്താണ് നമ്മളിലുള്ള ഉദ്യമം? നമുക്ക് നൽകിയിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ്? തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് ഞാനും നിങ്ങളും. രാജകീയ പുരോഹിത വർഗമാണ് ഞാനും നിങ്ങളും. വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുമ്പോൾ 1800കളിലും 1900കളിലും നടന്ന അരാജകത്വവും അടിമത്വവും നമ്മളെല്ലാം മറന്നു. സമൂഹ മധ്യേ സമത്വം നിലവിൽ വന്നത് നമ്മൾ മറന്നു. പിന്നോട്ടുള്ള കാലം ഓർമ്മിക്കുന്നത് നമ്മൾ മറന്നു. എന്ത് സംഭവിച്ചു? ഭാരതമൊട്ടാകെ ദക്ഷിണ മഹായിടവകയുടെ ക്രിസ്ത്യൻ മിഷണറിമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ അകപ്പെടുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ മാത്രം 37 ആക്രമണങ്ങളാണ് ഇന്ത്യ ഒട്ടുക്ക് നടന്നത്. സാന്താക്ലോസ് അടിച്ചു പൊളിച്ചു, ആരാധനാലയങ്ങൾ അടിച്ചു പൊളിച്ചു, ക്രിസ്ത്യൻ വിശ്വാസം പറയുന്നവരെ ജയിലിലടച്ചു. അങ്ങനെയുള്ള എന്തെല്ലാം സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ നടപ്പിലായി. നമ്മളെല്ലാം ചിന്തിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകില്ല, പ്രശ്നം വരില്ല എന്ന് ചിന്തിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, ഇസ്രായേൽ ജനതയെ മോശയെ നയിച്ചപ്പോൾ അവിടെയും ഭിന്നതയുണ്ടായി, ഒട്ടനവധി പ്രതിസന്ധികളുണ്ടായി. അതേ അവസ്ഥയിലാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ഇന്ത്യ ഒട്ടാകെ അനുഭവിക്കുവാൻ പോകുന്ന ദുരവസ്ഥ. നമ്മുടെ യേശു അപ്പച്ചന്റെ സൽഗുണങ്ങളെ പ്രഘോഷിപ്പിക്കാൻ തക്കവണ്ണം പറ്റാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. നമ്മൾ തമ്മിൽ ഭിന്നിച്ചകലുന്നു. അതിനുള്ള കാരണം കലഹമുണ്ടാകുന്നു, തമ്മിലുള്ള ഭിന്നിപ്പ് വരുന്നു, വിമർശനങ്ങൾ ഉണ്ടാകുന്നു, ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, കുറ്റാരോപണങ്ങൾ ഉണ്ടാകുന്നു, അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് അസഹിഷ്ണുതയാണ്. ഒരുവൻ നല്ലവനായാൽ അവനെതിരെ പ്രചരണം നടത്തുവാനുള്ള ടെൻഡൻസി നമുക്ക് വരുന്നു. ഒരുവൻ നല്ലൊരു ഉടുപ്പിട്ടാൽ അതിനെതിരെ പ്രചരണം നടത്തുവാനുള്ള ടെൻഡൻസി വരുന്നു. നന്മ ചെയ്താൽ അത് നന്മയല്ല തിന്മയാണെന്ന് ചിന്തിക്കുവാനുള്ള പ്രവണത വരുന്നു. ഒരു കാരണവുമില്ലാതെ മറ്റൊരുവനോട് അവരനോട് തോന്നുന്ന വിദ്വേഷത്തെയാണ്
അസൂയ എന്ന് പറയുന്നത്. ഒരുവന്റെ വളർച്ച തൻ്റെ തളർച്ചയാണെന്നും ഒരുവന്റെ അനുഗ്രഹം തൻ്റെ ശാപമാണെന്നും അസൂയ വഴി നമ്മൾ മുന്നോട്ട് പോകുന്നു. ചിന്തിച്ചുകൊണ്ട് അസൂയ ഈ 2026 നമ്മൾ മാറ്റി നിർത്തണം. നമ്മൾ തമ്മിലുള്ള കലഹങ്ങൾ മാറ്റി നിർത്തണം, ഭിന്നിപ്പ് മാറ്റി നിർത്തണം. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ രൂപതയായ നമ്മുടെ ദക്ഷിണ കേരള മഹായിടവക പുതുവത്സരത്തിൽ അതിന് സാക്ഷികളായി മാറ്റപ്പെടണം. നമ്മൾ ഐക്യത്തോടെയും അനുരഞ്ജനത്തോടെയും സഹവർത്തിത്വത്തോടെയും മുന്നോട്ട് പോകുന്നു എന്ന് സമൂഹം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ അകൽച്ചകൾ മാറ്റുവാൻ, വിമർശനങ്ങൾ മാറ്റുവാൻ, അസൂയ മാറ്റുവാൻ, ഗർവം മാറ്റുവാൻ ഒരു വചനം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് മടങ്ങാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ. ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. ദൈവത്തിന് കൃപ തോന്നണം എന്ന് തോന്നേണ്ടവന്റെ അടുത്ത് കൃപ തോന്നും. ദൈവത്തിന് കനിവ് തോന്നണം എന്ന് തോന്നേണ്ടവന്റെ അടുത്ത് കനിവ് തോന്നും. അടുത്ത വചനം, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല എല്ലാം എല്ലാം ദൈവകൃപയാൽ അത്രേ നടക്കുന്നത്. ദക്ഷിണ കേരള മഹായിടവകയെ പുറത്തുവരയ്ക്കും ഫെബ്രുവരിയിൽ ബിഷപ്പ് ഇലക്ഷൻ നടക്കുന്നു. 10-11 പേർ മത്സരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അതിലും നമുക്ക് അസഹിഷ്ണുത വേണ്ട, വെറുപ്പ് വേണ്ട, അനൈക്യം വേണ്ട. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചിന്തിക്കേണ്ടത് ദൈവത്തിന് കൃപ തോന്നേണ്ടവന്റെ അടുത്ത് കൃപ തോന്നി, ദൈവത്തിന് കനിവ് തോന്നേണ്ടവന്റെ അടുത്ത് കനിവ് തോന്നി. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവൻ. അതുകൊണ്ട് ദുരന്തം നമുക്ക് ആക്ഷേപമുണ്ടായിട്ടോ വിമർശനമുണ്ടായിട്ടോ കുറ്റാരോപണമുണ്ടായിട്ടോ അപവാദ പ്രചരണമുണ്ടായിട്ടോ കാര്യമില്ല. ഒരു സന്തുലിത അവസ്ഥ ദക്ഷിണ കേരള മഹായിടവയിൽ കൈവരിക്കണമെങ്കിൽ നമുക്കൊരു പെർമനന്റ് ബിഷപ്പ് വേണം. പുതുവത്സരത്തിൽ ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. തിരിച്ച് 1800-കളിലെ ദുരവസ്ഥ വരാതിരിക്കുവാൻ ക്രിസ്ത്യൻ മിഷണറിമാർ അവരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് നമുക്ക് നേടിത്തന്ന സമത്വം നിലനിർത്താൻ ഒത്തൊരുമിച്ച് ഐക്യത്തോടെ പുതുവത്സരത്തിലേക്ക് മുന്നേറാം. ദൈവം നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ.